വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും പടരട്ടെ വചനാഗ്നി വീണ്ടും വരുവാനിരിക്കുന്ന കർത്താവായ യേശുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ നിങ്ങളെ എല്ലാവരെയും ഈ വചനാഗ്നി ശുശ്രൂഷയിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് കാനായിലെ കല്യാണ വിരുന്നാണ്. ഈ കാനായി എന്ന് പറയുന്ന സ്ഥലത്തെ ഈ കല്യാണ വീട്ടിൽ യേശുവും ശിഷ്യന്മാരും ചെന്നിരുന്നു. അവിടെ വിവാഹ വിരുന്ന് തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുകയാണ് പെട്ടെന്ന് വീഞ്ഞങ്ങോട്ട് തീർന്നുപോയി. യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം 3-ാമത്തെ തിരുവചനമാണ് പറയുന്നത്, വീഞ്ഞ് തീർന്നു പോയി. ആ തിരുവചന ഭാഗം ഒന്ന് വായിക്കാം. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? അപ്പോൾ യേശുവിൻ്റെ അമ്മ വീഞ്ഞ് തീർന്നു പോയ കാര്യം യേശുവിൻ്റെ അമ്മ അറിഞ്ഞു. കണ്ടോ, യേശുവിൻ്റെ അമ്മയെ യേശുവിൻ്റെ അടുക്കിലേക്ക് ആരും പറഞ്ഞു വിട്ടതല്ല. ആ വീട്ടുകാർ, ആ അപ്പനോ അമ്മയോ കുടുംബക്കാരോ കുടുംബത്തിലുള്ള അംഗങ്ങൾ ആരെങ്കിലും മറിയത്തിൻ്റെ അടുക്കൽ വന്ന്, അയ്യോ വീഞ്ഞ് തീർന്നു പോയി കേട്ടോ, നിൻ്റെ പുത്രനോട് പറഞ്ഞ് ഒന്ന് സഹായിക്കണം എന്നൊന്നും ഒരു റിക്വസ്റ്റും അവിടെ നടത്തിയില്ല. ഒരു സഹായ അഭ്യർത്ഥനയും അവിടെ നടത്തിയില്ല. പിന്നെയോ യേശുവിൻ്റെ അമ്മ മറിയത്തിന് അവിടുത്തെ കുറവുകളെ അവൾ കണ്ടെത്തി. ഒരു സ്ത്രീക്ക് മാത്രമേ ഒരു കുടുംബത്തിൻ്റെ കുറവുകളെ മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. പുരുഷന്മാർക്ക് പെട്ടെന്ന് അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുകയില്ല. എന്നാൽ ഒരു സ്ത്രീക്ക്, പ്രത്യേകിച്ച് അടുക്കളയിൽ നടക്കുന്ന അടുക്കളയുടെ എല്ലാ കുറവുകളും ഒരു സ്ത്രീക്കാണ് പെട്ടെന്ന് അറിയുവാനായിട്ട് സാധിക്കുന്നത്. ഇനി ഒരു വീട് പണിയുമ്പോഴായാലും നമുക്കറിയാം, ഓരോ മുറികളുടെ പ്ലാനും പദ്ധതികളും അതിൻ്റെ ഡിസൈൻ കാര്യങ്ങളെല്ലാം കുടുംബനാഥനായിരിക്കും പ്ലാൻ ചെയ്യുന്നതല്ല. എന്നാൽ അടുക്കളയ്ക്കകത്തുള്ള കാര്യങ്ങളെല്ലാം അത് ഭാര്യമാരെ സാധാരണ ഏൽപ്പിക്കാറുണ്ട്. അല്ലെങ്കിൽ ഭാര്യമാരോട് കൺസൾട്ട് ചെയ്യും, അവളോട് ആലോചന ചോദിക്കും, നിൻ്റെ ഐഡിയ എന്താ, നിൻ്റെ പ്ലാൻ എന്താ, ഇത് എങ്ങനെയൊക്കെ ചെയ്യേണ്ടത്. കാരണം അടുക്കള കൈകാര്യം ചെയ്യുന്നത് ഒരു സ്ത്രീയാണ്. അപ്പം അടുക്കളയ്ക്കകത്തുള്ള കാര്യങ്ങളെല്ലാം ഭർത്താക്കന്മാർ ഭാര്യമാരോടും കൂടെ ചോദിച്ചിട്ടാണ് അധിക സ്ഥലങ്ങളിലും ചെയ്യാറുള്ളത്. അപ്പോൾ കുടുംബത്തിലെ, പ്രത്യേകിച്ച് അടുക്കളയിലെ ഭക്ഷണ കാര്യങ്ങളിലുള്ള കുറവുകളും എല്ലാം പെട്ടെന്ന് ഗ്രഹിക്കാനോ മനസ്സിലാക്കാനോ പറ്റുന്ന ഒരു സ്ത്രീക്ക്. അതുകൊണ്ട് തന്നെ യേശുവിൻ്റെ അമ്മയ്ക്ക് അവിടെയുള്ള അങ്ങനെയുള്ള കാര്യങ്ങളെ പെട്ടെന്ന് തീർന്നു പോയ വീഞ്ഞിൻ്റെ കാര്യം അവളത് മനസ്സിലാക്കി. അവളോട് വന്ന് ആരും ഒന്നും പറഞ്ഞില്ല. പ്രിയമുള്ളവരെ, യേശുവിൻ്റെ അമ്മ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ആ അമ്മ എല്ലാ കുറവുകളെയും കണ്ടെത്തും. ആ അമ്മയ്ക്ക് ആ കുറവുകളെ അറിയാം. ആ അമ്മ പറയേണ്ടവനോട് പറയും, പറഞ്ഞോളും. നമ്മൾ യേശുവിൻ്റെ അമ്മയുടെ അടുക്കൽ പോയി, അമ്മേ 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 ഇത് പറയണമേ പറയണമേ, തമ്പുരാനോട് അപേക്ഷിക്കണേ, പറയണ്ട. യേശുവിൻ്റെ അമ്മ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ആ കുടുംബത്തിലെ ഇല്ലായ്മകൾ, പോരായ്മകൾ, കുറവുകളെ അത് മനസ്സിലാക്കുവാൻ ഒരമ്മയ്ക്ക് സാധിക്കും. ആ അമ്മ സ്വന്തം നിലയിൽ ആ മകനോട് പറയും, ആ കുടുംബത്തിൻ്റെ ആവശ്യങ്ങളിൽ ഇടപെടാൻ സഹായിക്കുവാനായിട്ട്. അതാണ് അമ്മയുടെ പ്രത്യേകത, അതാണ് മറിയത്തിൻ്റെ പ്രത്യേകത. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉച്ചത്തിൽ പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഈ യേശുവിൻ്റെ അമ്മ
യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് പറയുകയാണ്, എടാ പുകേ, എൻ്റെ മോനെ കുട്ട, ഇവിടെ വീഞ്ഞ് തീർന്നു പോയി, ഇവിടെ വീഞ്ഞ് തീർന്നു പോയി. എന്താ അതിൻ്റെ അർത്ഥം? യേശുവേ, നീ ഇടപെടണം, ഇവിടെ തീർന്നു പോയ വീഞ്ഞ് നീ എങ്ങനെയെങ്കിലും ഇത് പരിഹരിച്ച് കൊടുക്കണം എന്ന് യേശുവിൻ്റെ അടുക്കൽ മറിയം ചെന്ന് പറയുക. ഇതാണ് മധ്യസ്ഥം. മാതാവ് മധ്യസ്ഥം വഹിക്കും. മാതാവിനെല്ലാം അറിയാം, കുറവുകൾ അറിയാം. ഉടനെ യേശു എന്താണ് ഇവിടെ പറഞ്ഞത്? സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എൻ്റെ സമയം ഇതുവരെയും ആയിട്ടില്ലല്ലോ. എനിക്കും നിനക്കും എന്ത് എന്ന് പറഞ്ഞാൽ ഒരു സ്വാഭാവികമായ വിധത്തിൽ അവിടെ പറയുകയാണ്. അവർ കുടുംബത്തിലെ കാര്യം അവർ നമ്മളോടൊന്നും ഇത് അന്ന് പറഞ്ഞില്ലല്ലോ. കുടുംബനാഥനോ നാഥയോ കല്യാണം കഴിക്കുന്ന ചെറുക്കനോ ഒന്നും ഈ ആവശ്യം നമ്മുടെ അടുക്കൽ വന്ന് പറഞ്ഞില്ലല്ലോ. പിന്നെ നമ്മളെ കെട്ടിക്കേറി ചെന്ന് ഇടപെടേണ്ട ആവശ്യമുണ്ടോ? അവരിങ്ങോട്ട് വരട്ടെ, അവർ പറയട്ടെ എന്നുള്ള അർത്ഥത്തിൽ നമുക്കെന്താണ് ഇതിനകത്ത് കാര്യം? നമ്മൾ വിരുന്നുകാരല്ലേ, ക്ഷണിക്കപ്പെട്ടു വന്നവരല്ലേ നമ്മൾ എന്നുള്ളൊരർത്ഥത്തിൽ നമ്മൾ ഇതിൻ്റെ കാര്യത്തിൽ ഇടപെടണ്ടല്ലോ എന്നുള്ള അർത്ഥത്തിൽ അമ്മയോട് പറയുകയാണ്, നമുക്കെന്താ ഇതിനകത്ത് കാര്യം? മാത്രമല്ല, എൻ്റെ സമയം ഇതുവരെ ആയിട്ടില്ല. അതൊരു ആത്മീയമായ സത്യമാണ്. എൻ്റെ സമയം ഇതുവരെ ആയിട്ടില്ല. അപ്പം അമ്മ പറയാനുള്ളത് പറഞ്ഞു, മകൻ പറയാനുള്ളതും മകൻ പറഞ്ഞു, യേശുവും പറഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉടനെ അടുത്തത് എന്താണ് സംഭവിക്കുന്നത്? അവന്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് പോലെ ചെയ്യുവിൻ. അവിടെ ഒത്തിരി ഭൃത്യന്മാരുണ്ടായിരുന്നു, പരിചാരകർ. ആ കുടുംബത്തിലെ പരിചാരകര്, വേലക്കാർ, അല്ലെ ഭൃത്യന്മാരെന്ന് പറയും. ഉടനെ ഈ മറിയം ഭൃത്യന്മാരുടെ അടുക്കൽ ചെന്ന് പറയുകയാണ്, അവൻ എന്തെങ്കിലും പറഞ്ഞാൽ അതുപോലെ ചെയ്യുവിൻ. കണ്ടോ? അവൻ എന്തെങ്കിലും പറഞ്ഞാൽ, ആര് പറഞ്ഞാൽ? യേശു എന്തെങ്കിലും നിങ്ങളോട് ആവശ്യപ്പെട്ടാൽ, എന്തെങ്കിലും നിങ്ങളോട് പറഞ്ഞാൽ അതുപോലെ നിങ്ങൾ ചെയ്യുവിൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞേ, പ്രൈസ് ദി ലോർഡ്. അഭിഷേകത്തോടെ പറയേ, ഹല്ലേലൂയ. വിശ്വാസികളോട്, സഭാ മക്കളോട് ഇന്ന് പരിശുദ്ധ അമ്മ പറയുന്ന ഒരു കാര്യം ഇത് മാത്രമേ ഉള്ളൂ. എന്ത്? അവൻ പറയുന്നത് പോലെ ചെയ്യുവിൻ. അവൻ പറയുന്നത് പോലെ ചെയ്യുവിൻ. അവൻ എന്തെങ്കിലും പറഞ്ഞാൽ അതുപോലെ ചെയ്യുവിൻ. മാതാവിന് വേറെ ഒന്നും നമ്മളോട്, മക്കളായ നമ്മളോട് പറയാനില്ല. മക്കളായ നമ്മളോട്, വിശ്വാസികളായ നമ്മളോട്, സഭാമക്കളായ നമ്മളോട് യേശുവിൻ്റെ അമ്മ മറിയത്തിന് ഇന്ന് പറയുവാൻ വേറെ ഒന്നും തന്നെ ഇല്ല. യെസ്, വേറെ എന്ത് കാര്യമാണ് മാതാവ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്? ബൈബിൾ മുഴുവൻ വായിച്ചു നോക്ക്. ബാക്കി എല്ലായിടത്തും പറയുന്നത് മാതാവിനെ കുറിച്ചാണ് പറയുന്നത്, മറിയത്തെക്കുറിച്ചാണ് പറയുന്നത്. മറിയം അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി, മറിയത്തിൻ്റെ സ്തോത്രഗീതം, മറിയത്തെക്കുറിച്ചാണ് എല്ലായിടത്തും പറയുന്നത്. എന്നാൽ മറിയം നമ്മോട്, വിശ്വാസികളോട് പറയുന്ന ഒരേ ഒരു കാര്യം ഏതാ? അവൻ നിങ്ങളോട് പറയുന്നത് പോലെ ചെയ്യുവിൻ. സഭാമാതാവിന്, യേശുവിൻ്റെ അമ്മ മറിയത്തിന്, വിശ്വാസികളായ മക്കളായ നമ്മളോട് പറയാനായിട്ടൊരു ഒറ്റ കാര്യമുള്ളൂ, അവൻ പറയുന്നത് പോലെ ചെയ്യണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അവർ എന്തെങ്കിലും പറഞ്ഞാൽ അതുപോലെ ചെയ്യണം. അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അതുപോലെ ചെയ്യണം. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, പരിശുദ്ധ അമ്മയ്ക്ക് നമ്മളോട് പറയാനായിട്ടുള്ള ഒരു ഒറ്റ കാര്യം, അവൻ പറയുന്നത് പോലെ. ആര്? യേശു. യേശു പറയുന്നത് പോലെ അനുസരിക്കാൻ തയ്യാറാകുക. അമ്മയെ സ്നേഹിക്കുന്ന, യേശുവിൻ്റെ അമ്മയെ ബഹുമാനിക്കുന്ന, സ്നേഹിക്കുന്ന ഏതൊരു വ്യക്തിയും ചെയ്യുന്ന അതിപ്രധാനമായ ഒരു കാര്യം അമ്മ പറഞ്ഞ വാക്കിന് വില കൊടുക്കുക എന്നുള്ളതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അമ്മ പറഞ്ഞ വാക്കിന്, അമ്മയുടെ ആഗ്രഹം, അമ്മയുടെ അഭിലാഷം, മറിയത്തിൻ്റെ അഭിലാഷം എന്താ? മറിയത്തിൻ്റെ കൽപ്പന എന്താ? മറിയത്തിൻ്റെ ഒരു കൽപ്പന എന്താ? യേശു പറഞ്ഞതുപോലെ ചെയ്യണം എന്ന് പറഞ്ഞാൽ അനുസരിക്കുവൻ. അവൻ എന്തെങ്കിലും, മറ്റൊരു ട്രാൻസ്ലേഷൻ ഇങ്ങനെയാണ്, അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അതുപോലെ ചെയ്യുവിൻ. അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അതുപോലെ ചെയ്യണം.
ഇന്ന് സഭയോട്, സഭാമക്കളോട്, നമ്മളെ ഓരോരുത്തരോടും മറിയത്തിന് പറയാനുള്ളൊരു കാര്യം, ഈ കാലഘട്ടത്ത് അവൻ എന്തെങ്കിലും പറഞ്ഞാൽ അതുപോലെ ചെയ്യണം. എന്തു പറഞ്ഞാലും, സുവിശേഷത്തിലൂടെ പറഞ്ഞാലും, സുവിശേഷത്തിൻ്റെ വെളിയിൽ ആത്മാവിലൂടെ ദൈവം നമ്മളോട് സംസാരിച്ചാലും അതിനെ ഒബേ ചെയ്യണം, അനുസരിക്കണം നമ്മൾ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയമുള്ളവർ, ഈ വചനം തങ്ക ലിപികളിൽ എഴുതി ഹൃദയത്തിൽ സൂക്ഷിക്കണം. മാതാവ് പറഞ്ഞ, മറിയം പറഞ്ഞ ഈ വാക്ക്, മറിയത്തെ സ്നേഹിക്കുന്ന വ്യക്തികൾ മറിയം പറഞ്ഞ ഈ വാക്കും, അവൻ ആര്? യേശു. യേശു 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 പറയുന്നത് അനുസരിക്കുക. അതാണ് സുവിശേഷം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് നിത്യജീവനുണ്ടാകും, സ്വർഗത്തിൽ പോകും, നിത്യതയിൽ പോകാം. അവൻ്റെ വചനത്തെ അനുസരിച്ചാൽ, അവൻ പറയുന്നത് മുഴുവൻ അനുസരിച്ചാൽ, യേശു പറഞ്ഞത് ഒറ്റ പ്രാവശ്യം അനുസരിച്ചപ്പോൾ അവിടെ അത്ഭുതം നടന്നെങ്കിൽ, യേശു പിന്നീട് പറഞ്ഞത് മുഴുവൻ അനുസരിച്ച് നടക്കുവാണെങ്കിൽ എന്ത് ചെയ്യൊരു അനുഗ്രഹം നമ്മൾ കിട്ടുന്നത്. ഹല്ലേലൂയ, ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശു പറയാണ്, മോനെ ആ മദ്യപാനം നിർത്താൻ പറഞ്ഞാൽ നിർത്തിക്കോണം. ഇനി യേശു എന്നോടൊന്നും പറഞ്ഞിട്ടില്ല, ബൈബിൾ വായിച്ചാൽ മതി, യേശുവിൻ്റെ സ്വരം കേൾക്കാം. മനസ്സിലായോ? ചെവി കൊണ്ട് യേശുവിൻ്റെ സ്വരം കേൾക്കണമെന്നില്ല, എഴുതി വന്നിട്ടുണ്ട്. ഇത് സമൻസൊക്കെ, കോടതിയിൽ നിന്ന് സമൻസൊക്കെ ഓഡിയോ ആയിട്ടാണ് നമുക്ക് വരുന്നത്, അല്ലല്ലോ. പേപ്പറെ പ്രിൻ്റ് ചെയ്തല്ലേ നമ്മുടെ വീട്ടിലോട്ട് വരുന്നത്. അറസ്റ്റ് വാറണ്ട്, സമൻസ്, ഇങ്ങനെ ഒഫീഷ്യലായിട്ടുള്ള ഗവൺമെൻറ് പരമായ കാര്യങ്ങളെല്ലാം പ്രിൻ്റ് ചെയ്ത് നമ്മൾ പോസ്റ്റ് വഴി നമ്മുടെ വീട്ടിലോട്ട് വരും. അതിന് വിലയുണ്ടല്ലേ. ഓഡിയോ വിധത്തിൽ ശബ്ദമായിട്ട് തന്നെ കേൾക്കണമെന്ന് നമ്മൾ നിർബന്ധം പിടിക്കരുത്. അപ്പോൾ ദൈവത്തിൻ്റെ സ്വരം കേൾക്കണം. ഇന്ന് പലർക്കും ദൈവസ്വരം കേൾക്കണം. അതുകൊണ്ട് ദർശനക്കാരുടെ അടുത്ത് പോവുകയാണ്, പ്രാർത്ഥിച്ച് നോക്കി ബ്രദറെ ഒന്ന് പറ. അപ്പോൾ അങ്ങനെയാണ് പലരും ഇന്ന് ഭക്തിക്കാർ പോകുന്നത്. അല്ല, ദൈവം കൃത്യമായിട്ട് എഴുതി നമ്മുടെ മുമ്പിൽ ഒരു പുസ്തക രൂപത്തിൽ, ലിഖിത രൂപത്തിൽ തന്നിട്ടുണ്ട്. ഇത് മുഴുവൻ ദൈവത്തിൻ്റെ ഹിതമാണ്, ഇത് മുഴുവൻ ദൈവത്തിൻ്റെ കൽപ്പനയാണ്, ഇത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. ആമേൻ, ആമേൻ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൻ്റെ ശബ്ദം നമുക്ക് കേൾക്കണമെങ്കിൽ, ദൈവസ്വരം നമുക്ക് കേൾക്കണമെങ്കിൽ വചനം വായിച്ചാൽ മതിയെന്നേ. നിന്റെ ഏത് വിഷയമാണെങ്കിലും ആ വിഷയത്തെക്കുറിച്ച് ഉള്ള ഉത്തരം, ആ വിഷയത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ നിലപാട്, ദൈവത്തിൻ്റെ ഇഷ്ടം ദൈവം വചനത്തിലൂടെ നമുക്ക് നൽകിയിട്ടുണ്ട്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ, അഭിഷേകത്തോടെ പറയാം ഹല്ലേലൂയ. അപ്പോൾ മറിയം പറയാണ്, അവൻ ഭൃത്യന്മാരോട് പറഞ്ഞു, അവൻ എന്തെങ്കിലും പറഞ്ഞാൽ അതുപോലെ ചെയ്യണം, എങ്കിലേ അത്ഭുതം പറ്റുള്ളൂ, നടക്കുകയുള്ളൂ. എന്നാൽ അടുത്ത വചനം. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. അവിടെ 6 കൽഭരണികൾ ഉണ്ടായിരുന്നു. കണ്ടോ, ശുദ്ധീകരണ കർമ്മത്തിന് വേണ്ടിയുള്ള അവിടെ ഈ പാലസ്തീനായിൽ മറ്റും അവിടെ മണലാരുണ്യം, മണൽ ഇഷ്ടം പോലെ ഉണ്ട്. നമുക്ക് അറബി നാടുകളാണല്ലോ. അപ്പോൾ കാലയിൽ എപ്പോഴും പറമ്പിലൂടെ വന്നു കഴിഞ്ഞാൽ കാലയിൽ എപ്പോഴും മണ്ണ് പറ്റുന്ന സ്ഥലമാണ്. പഞ്ചസാര മണ്ണ് പോലെയായിരിക്കുന്നത്. കാലെ മണ്ണ് പറ്റും എപ്പോഴും. ആ മണ്ണുമായിട്ടായിരിക്കും പെരയ്ക്കകത്ത് സാധാരണ എല്ലാവരും കയറാറുള്ളത്. അതുകൊണ്ട് അങ്ങനെ മണ്ണുമായിട്ട് പെരയ്ക്കകത്ത് കയറാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് പല വീടുകളിലും വീടിൻ്റെ മുറ്റത്ത്, ഉമ്മറത്ത് ഒരു ഭരണിക്കകത്ത് വെള്ളം വച്ചേക്കും. ഇന്നൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ വീടിൻ്റെ മുറ്റത്ത് ചേർന്ന് തന്നെ ഒരു പൈപ്പ് കാണും. ആരെങ്കിലും ചെളി പിടിച്ച് അഴുക്ക് പിടിച്ച് വന്നിട്ടുണ്ടെങ്കിൽ പൈപ്പ് കഴുകി, അല്ലേ, പൈപ്പ് കാല് കഴുകി അകത്ത് കയറാൻ വേണ്ടിയിട്ട് ഇന്ന് പൈപ്പ് പിടിച്ചിരിക്കുക. അപ്പോഴേ അന്നൊന്നും പൈപ്പും സാധനമൊന്നുമില്ല. അന്ന് ഭരണിയാണ്, കല്ലുകൊണ്ടുണ്ടാക്കിയ ഭരണി. എല്ലാ വീടിൻ്റെ ഫ്രണ്ടിൽ കാണും, അതിനകത്ത് വെള്ളവും കാണും. ആ വെള്ളം കൊണ്ട് കാല് കഴുകി വൃത്തിയാക്കിയിട്ട് പെരയ്ക്കകത്ത് കയറണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന കൽഭരണി. ഇത് കല്യാണ വീടായതുകൊണ്ട് ഒത്തിരി പേര് വരുന്നതാണ്, വിരുന്നുകാരിഷ്ടം പോലെ ആൾക്കാർ വരുന്നത്. അതുകൊണ്ട് കല്യാണ വീടായതുകൊണ്ട് കൂടുതൽ കൽഭരണികൾ അവിടെ ശേഖരിച്ചിരുന്നു. വലിയ ഇഷ്ടം പോലെ കൽഭരണികൾ. നമുക്ക് കല്യാണത്തിനൊക്കെ കസേര വാടകയ്ക്ക് എടുക്കും, അല്ലേ, മൈക്ക് വാടകയ്ക്ക് എടുക്കും, കാർപ്പറ്റ് വാടകയ്ക്ക് നമ്മൾ എടുക്കും. ഇതുപോലെ പ്രത്യേകിച്ച് ഫംഗ്ഷൻ വന്നപ്പോൾ അവിടെ കൽഭരണികൾ വാടകയ്ക്ക് എടുത്തിരിക്കുകയാണ്. 6 കൽഭരണികളുണ്ടായിരുന്നു. ഇത്രയും വിരുന്നുകാരുടെ കാലുകളൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് വെച്ചിരുന്ന വെള്ളമാണ്. വെള്ളം സ്റ്റോക്ക് ചെയ്ത കൽഭരണികളാണ്. അപ്പോൾ യേശു അവരോട് പറയാണ്, ഈ കൽഭരണിക്കകത്തേക്ക് എന്നാ ചെയ്യണം? വെള്ളം കോരി നിറയ്ക്കണം. കൽഭരണിയിൽ വെള്ളം കോരി നിറയ്ക്കണം. ഈ കൽഭരണിയെ ദൈവം ഉപയോഗിക്കുകയാണ്.
വെള്ളം വീഞ്ഞാക്കി കൊടുക്കുന്ന, അതിശ്രേഷ്ഠമായ വീഞ്ഞ് ഉൽപ്പാദിപ്പിക്കുന്ന, വീഞ്ഞ് സംഭരിക്കുന്ന, വീഞ്ഞ് കൊടുക്കുന്ന, കളക്ട് ചെയ്യുന്ന, വീഞ്ഞുണ്ടാക്കുന്ന കൽഭരണികളാക്കി ഈ ഭരണികളെ കർത്താവ് മാറ്റുകയാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞേ. ഹല്ലേലൂയ. പോരാ, ഉറക്കെ പറ. ഹല്ലേലൂയ. ശക്തിയോടെ. ഹല്ലേലൂയ. 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 ഈ 6 ഭരണികളെ കുറിച്ച് പറയുമ്പോൾ 1-2 കാര്യം കൂടെ പറയാൻ. കൽഭരണി 6 കൽഭരണിയാണ്. 6 എന്ന് പറയുന്നത് ബൈബിളിൻ്റെ ഭാഷയിൽ ഒത്തിരി അർത്ഥങ്ങളുണ്ട്. ബിബ്ലിക്കലായിട്ട് ഈ സംഖ്യകൾക്ക് ഒത്തിരി അർത്ഥമുണ്ട്. ഇപ്പം 3-ാം ദിവസം ഗലീലെ കാനായിൽ എന്ന് പറഞ്ഞാൽ തുടങ്ങിയത്. 3-ാം ദിവസം കണ്ടോ, ഒരു ദിവസം എന്ന് പറഞ്ഞാൽ പോരെ, എന്നാൽ അത് പറയാതെ 3-ാം ദിവസം എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? അതിനൊരു അർത്ഥമുണ്ട്. ഇവിടെ 6 കൽഭരണി എന്ന് പറഞ്ഞിരിക്കുക. 6-ന് ഒരു അർത്ഥമുണ്ട്. ബൈബിളിൽ 1 എന്ന് പറഞ്ഞാൽ ദൈവത്തെ സൂചിപ്പിക്കുന്നു, 3 എന്ന് പറഞ്ഞാൽ ത്രിത്വത്തെ സൂചിപ്പിക്കുന്നു, 7 എന്ന് പറഞ്ഞാൽ ബ്ലെസ്സിങ്ങിനെ, പൂർണ്ണതയെ സൂചിപ്പിക്കുന്നു. ഇങ്ങനെ ബൈബിളിൽ പല നമ്പറുകൾക്കും പല ദൈവികമായ മെസ്സേജുകളുണ്ട്. അതുപോലെ തന്നെ നെഗറ്റീവായ ഒരു മെസ്സേജ് 6 എന്ന സംഖ്യയ്ക്കകത്തുണ്ട്. എന്നാൽ എപ്പോഴും 6 എന്ന് പറയുന്നതിനെല്ലാം നെഗറ്റീവ് അർത്ഥമായിട്ട് നമ്മൾ കരുതരുത്. എപ്പോഴും അങ്ങനെ ആകിയല്ല. അപ്പോൾ ഇതുമായിട്ട് ചേർത്ത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ 6 എന്ന് പറയുന്നത് തിന്മയുടെ ഒരു പ്രതീകമാണ്. പൈശാചികമായ ഒരു അർത്ഥം അതിന് പലപ്പോഴും നമുക്ക് കൊടുക്കാറുണ്ട്. 6 കൽഭരണികൾ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അനുഗ്രഹത്തിന് യോഗ്യമല്ലാത്ത, അനുഗ്രഹത്തിന് സാധ്യതയില്ലാത്ത ഒരു നമ്പരായിരുന്നു ആ കൽഭരണി. 2 കല്ലുകൊണ്ടുണ്ടാക്കിയതായിരുന്നു ഈ കൽഭരണി. കല്ല് എന്ന് പറയുന്നത് ഒന്നിനെ ഉൾക്കൊള്ളാത്തൊരു സാധനമാണ്. കല്ല് വെള്ളത്തിലിട്ടാലും അത് അതേപടി കിടക്കും. കല്ലിനകത്തോട്ട് വെള്ളം കയറിയേല. എത്ര വർഷം ഇട്ടാലും കല്ലിനകത്ത് വെള്ളം കയറിയേല. ഒന്നിനെ ഉൾക്കൊള്ളിയേല. മന്ത് പിടിച്ചിരിക്കും. കല്ല് പിടിച്ചിരിക്കുക എന്നൊക്കെ ചിലരെ നോക്കി പറയാറില്ലേ, അവൻ കല്ല് പോലെ ഇരിക്കുന്നത്. അവൻ അനക്കമില്ല, ഒരു ചലനമില്ല, ഒരു വ്യത്യാസമില്ല, അതിൻ്റെ ജീവനില്ല, ഒന്നിനെ ഉൾക്കൊള്ളാത്തവനാ, പ്രതികരിക്കാത്ത ഒന്നാണ് കല്ല് എന്ന് പറയുന്നത്. മാത്രമല്ല തിന്മയുടെ ഒരു സംഖ്യയാണ് 6 കൽഭരണികൾ അവിടെ ഇരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒന്നിനും കൊള്ളാത്ത തിന്മയുടെ പ്രതീകമായ, കല്ല് പോലുള്ള പ്രതീകമായ ആ കല്ലുകളെ അഥവാ ആ ഭരണികളെ ആണ് ദൈവം അനുഗ്രഹത്തിന് വേണ്ടി ഇവിടെ ഉപയോഗിക്കുന്നത്. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ഇതുപോലെ ഇന്ന് ഈ കാലഘട്ടത്ത് കല്ല് പോലുള്ള മനുഷ്യരുണ്ട്. എത്ര പ്രസംഗം കേട്ടാലും മാനസാന്തരപ്പെടാത്തവർ, കണ്ണുനീര് കണ്ടാൽ മാനസാന്തരപ്പെടാത്തവർ, മനസ്സലിവില്ലാത്തവർ, കണ്ണിച്ചോരയില്ലാത്തവർ എന്നൊക്കെ പറയലേ. സ്നേഹിച്ചാൽ അവർക്ക് അതിനോട് പ്രതികരിക്കാൻ അറിയാൻ മേലാത്തവർ, എത്ര നന്മ ചെയ്താലും അതിന് പ്രതികരണമില്ലാത്തവർ, എത്ര വചനം കേട്ടാലും മാനസാന്തരമില്ലാത്തവർ, കല്ല് പോലുള്ള സ്വഭാവമുള്ള അതിൻ്റെ പ്രതീകങ്ങളായ വ്യക്തികൾ ഇന്ന് നമ്മുടെ ഇടയിലുണ്ട്. ഒരുപക്ഷെ ഈ ശബ്ദം നിങ്ങൾ ആരെങ്കിലും കേൾക്കുന്നുണ്ടായിരിക്കാം. ഞാൻ സ്നേഹത്തോടെ പറയട്ടെ, ഒരു കല്ല് പോലുള്ള അവസ്ഥയിലാണോ നിങ്ങളുടെ മനസ്സ്? ഭാര്യയുടെ കണ്ണുനീര് കാണാനോ, മക്കളുടെ കണ്ണുനീര് കാണാനോ, സമൂഹത്തിൻ്റെ വേദനകൾ കാണാനോ പറ്റാത്ത വിധത്തിൽ മരവിച്ചു പോയോ നമ്മുടെ മനസ്സ്, നമ്മുടെ ഹൃദയം? ഇന്ന് സഭയിലോ സമൂഹത്തിലോ നടക്കുന്ന തിന്മകളെ കണ്ടിട്ട് ആർക്കൊരു വേദനയുമില്ല, സങ്കടമില്ല, വിഷമമില്ല, കണ്ണുനീരില്ല. മനസ്സവിലിൽ അലിവില്ലാത്തൊരു ഹൃദയമായിട്ട് മാറിയിരിക്കുക അനേകർക്ക്. ഒരാത്മഭാരമില്ല. ഇന്ന് ആത്മഭാരമില്ലാത്ത സമൂഹം ഇന്ന് വർദ്ധിച്ചു വരികയാണ്. അത് ഈ കൽഭരണികളുടെ പ്രതീകമാണിത്. കല്ല് പോലുള്ള അവസ്ഥ. ഞാൻ പറയട്ടെ, ആ അവസ്ഥയിലാണെങ്കിലും നീ യേശുവിൻ്റെ മുൻപിൽ വന്നാൽ, യേശു നിന്റെ മുൻപിൽ വന്നാൽ, കല്ല് പോലുള്ള നിന്റെ ഹൃദയത്തെ ഉരുക്കി 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 അത് ശ്രേഷ്ഠമായ വീഞ്ഞാക്കി നിന്നിലൂടെ മാറ്റാൻ ദൈവത്തിന് സാധിക്കും. ഹല്ലേലൂയ. ആ കൽഭരണികൾക്കുള്ളിൽ നിന്ന് അത് ശ്രേഷ്ഠമായ വീഞ്ഞ് അവൻ ഉളവാക്കി. ഹല്ലേലൂയ. നിന്നെ അനേകരെ മധുരിപ്പിക്കുന്ന, രുചി പകരുന്ന, അനേകർക്ക് ആനന്ദം പകരുന്ന വീഞ്ഞ് നിന്നിലൂടെ പൊട്ടി പുറപ്പെടുവാൻ ദൈവം നിന്നെ ഉപകരണമാക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആ കൽഭരണികളിൽ, അങ്ങനെയുള്ള കൽഭരണിയെ ആണ്
ആ വലിയ വിവാഹ വിരുന്നിൽ വെള്ളം വീഞ്ഞാക്കുവാൻ കർത്താവ് ഉപയോഗിച്ചത് അനേകരുടെ അനുഗ്രഹത്തിന്, അനേക മക്കളുടെ സഭാമക്കളുടെ തകർന്നിരിക്കുന്നവരുടെ ജീവിതത്തിൽ അനേകർക്ക് സന്തോഷം പകരുവാൻ, സമൃദ്ധി നൽകുവാൻ, സന്തോഷം നൽകുവാൻ. പ്രിയമുള്ളവരെ, ദൈവം നിങ്ങളെയും ഒരു ഉപകരണമാക്കാൻ ആഗ്രഹിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം നിങ്ങളെയും ഒരു ഉപകരണമാക്കാൻ ആഗ്രഹിക്കുക. കൽഭരണിക്കകത്താണ് വെള്ളം വീഞ്ഞായത്. ആ വീഞ്ഞാണ് അനേകർക്ക് കൊടുത്തത്. ദൈവം നമ്മളെ നിങ്ങൾ എന്തു ആയിക്കോട്ടെ, ഈ കൽഭരണി എവിടെയാ? പുറത്ത് കിടക്കുന്നതാണ്, മിറ്റത്താണ് അതിൻ്റെ സ്ഥാനം. പുറത്ത് കിടക്കുന്ന പരിപ്രദേശത്ത് കിടക്കുന്നത്. മറ്റുള്ളവരുടെ കാല് കഴുകാനായിട്ടുള്ള വെള്ളം അതിനകത്ത് കിടക്കുന്നത്. കുടിക്കാനുള്ള വെള്ളമൊക്കെ എടുക്കുന്ന നല്ല ഗ്ലാസ്സിനകത്താണ്, നല്ല കപ്പ് മഗ് ഗ്ലാസ്സിനകത്താണ് മറ്റുള്ള കുടിക്കാനുള്ള ഒക്കെ എടുക്കുന്നത്. പക്ഷേ ഈ കൽഭരണിയെ എന്തിനാണ് ഉപയോഗിക്കുന്നത്? മറ്റുള്ളവരുടെ കാല് എല്ലായിടത്തും പറമ്പിലൂടെ എല്ലാം നടന്ന് ചവിട്ടി തൂത്ത് വന്ന കാലിലെ അഴുക്ക് കളയാനായിട്ട് ഉപയോഗിക്കുന്ന ആ വെള്ളം സ്റ്റോക്ക് ചെയ്യുന്നതാണ് കൽഭരണി. അങ്ങനെ നിങ്ങളെ വീട്ടിലോ നാട്ടിലോ സമൂഹത്തിലോ നിങ്ങളുടെ ദേശത്ത് നിങ്ങൾ ഒന്നിനും കൊള്ളിയേലാത്തൊരു വ്യക്തിയായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ആർക്കും നിന്നെ വേണ്ട, നീ ഒരു വേണ്ടാത്തവനാ, പരിപ്രദേശത്താണ് കിടക്കുന്നത്, ഇപ്പോൾ വെളിമ്പ്രദേശത്താണ് കിടക്കുന്നത്, നീ എല്ലായിടത്തും പുറത്ത് നിൽക്കുന്നൊരവസ്ഥയാണ്, നീ മാറ്റി നിർത്തപ്പെടുന്നൊരവസ്ഥയാണോ നിങ്ങൾക്ക് എപ്പോഴും? നീ ഒരു വേണ്ടാത്തവനോ വേണ്ടാത്തവളോ ആയിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ നിന്നെയാണ് അനുഗ്രഹത്തിൻ്റെ വക്താവാക്കി കർത്താവ് മാറ്റാൻ പോകുന്നത്. Praise the Lord. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അനേകരുടെ അനുഗ്രഹത്തിന് നിന്നെ കർത്താവ് ഉപയോഗിക്കാൻ പോകുകയാണ്. നിന്റെ മുൻപിലേക്ക് കർത്താവ് വരാൻ പോകുകയാണ്, നിന്നെ നോക്കാൻ പോകുകയാണ്, നിന്നെ ബ്ലസ് ചെയ്യാൻ പോകുകയാണ്, നിന്നെ ഉപയോഗിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കോരി നിറയ്ക്കുവിൻ, അല്ലേ? വായിച്ചേ. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിൻ എന്ന് യേശു അവരോട് കൽപ്പിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. കൽപ്പിച്ചു എന്ന് പറയുമ്പോഴും ഇപ്പോൾ രാജാവ് കൽപ്പിച്ചു, തിരുവായി മൊഴിഞ്ഞു, പോലീസുകാരൻ കൽപ്പിച്ചു എന്നതുപോലെ കൽപ്പിച്ചു, ഓർഡർ ഇട്ടു എന്ന വിധത്തിൽ നമ്മൾ കാണേണ്ട ആവശ്യമില്ല. യേശു അവരോട് ആഹ്വാനം കൊടുത്തു, അല്ലെങ്കിൽ അവരോട് പറഞ്ഞു, യേശു അവരോട് സംസാരിച്ചു. ആ അർത്ഥത്തിൽ നമ്മൾ കണ്ടേച്ചാൽ മതി. എന്തായാലും യേശു അവരോട് പറഞ്ഞു. എന്തു പറഞ്ഞു? കൽഭരണികളിൽ വെള്ളം നിറയ്ക്കുവിൻ പറഞ്ഞു. അവരെന്ത് ചെയ്തു? അവർ അവയെല്ലാം വക്കോളം നിറച്ചു. അവയെല്ലാം വക്കോളം നിറച്ചു. അവയെല്ലാം 6 കൽഭരണിയിൽ 5 നിറച്ചിട്ട് ഇത്രയും മതി, വെള്ളം തീർന്നു പോയി, മടുത്ത് എന്ന് പറഞ്ഞ് അവർ മാറിയിരുന്നോ? ഇല്ല, മാറിയിരുന്നില്ല. അവര് എല്ലാം നിറച്ചു, വക്കോളം നിറച്ചു. കണ്ട, കഴുത്തറ്റോ അല്ല നിറച്ചത്. അവിടെയുള്ള വേലക്കാരെല്ലാം കൂടെ കഴുത്തറ്റോളാണ് നിറച്ചത്. ഒരുത്തൻ കഴുത്തറ്റോളം നിറച്ച്, മറ്റവൻ പകുതിയെ നിറച്ചോളൂ, ബാക്കിയുള്ളവന്മാർ നിറച്ചു. അങ്ങനെയുള്ളതുണ്ടോ? ഇല്ല. അവർക്കെല്ലാവരും ഒറ്റ ആഗ്രഹം, യേശു പറഞ്ഞതിനെ അനുസരിക്കുക. യേശു എന്നെ പറഞ്ഞ വക്കോളം നിറയ്ക്കാൻ പറഞ്ഞു, നിറയ്ക്കാൻ യേശു പറഞ്ഞു. അവരെല്ലാം ഒറ്റ മനസ്സോടെ വക്കോളം നിറച്ചു. കൊണ്ടോ? ഒരേപോലെ ഒറ്റ ചിന്തയോടെ, ഒറ്റ ആശയത്തോടെ, ഒരേ മനസ്സോടെ അവനെ അനുസരിക്കുമ്പോൾ പൂർണ്ണമായിട്ടും അവനെ അവർ അനുസരിച്ചു. പ്രൈസ് ദി ലോർഡ്. ഇതാണ് നിങ്ങൾക്ക് അനുഗ്രഹം വേണോ? അല്പസ്വല്പം അനുസരിച്ചാൽ പോരാ, എങ്ങനെയെങ്കിലും അനുസരിച്ചാൽ പോരാ, അറ്റോ മുറിയോ അനുസരിച്ചാൽ പോരാ, പകുതി അനുസരിച്ചാൽ പോരാ. ദൈവം നമ്മളോടൊരു കാര്യം പറയുമ്പോൾ, മോനെ അരുത് എന്ന് പറഞ്ഞാൽ, അത് വേണ്ട എന്ന് പറഞ്ഞാൽ, അങ്ങനെ പറയരുത്, ചെയ്യരുത്, കാണരുത്, പോകരുതെന്ന് പറഞ്ഞാൽ, അത് കുടിക്കരുത്, തിന്നരുത് എന്ന് പറഞ്ഞാൽ ചെയ്യരുത്. പൂർണ്ണതയിൽ നിങ്ങൾ അനുസരിക്കാൻ നിങ്ങൾ തയ്യാറാകണം. ഈ ഭൃത്യന്മാരിൽ ഞാൻ കണ്ടൊരു കാര്യം, അവർ യേശുവിനെ പൂർണ്ണമായിട്ട് അനുസരിച്ചു. വേലക്കാരാ, പാവപ്പെട്ടവരാ, എങ്കിലും ഒരു പൂർണ്ണതയിൽ അത് ചെയ്തു. നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്യും, കാര്യങ്ങൾ ചെയ്യുന്നതും പൂർണ്ണത ചെയ്യല, പെർഫെക്റ്റ് ആയിരിക്കുകയില്ല, അറ്റോ മുറിയൊക്കെ നമ്മൾ ചെയ്യും. എന്നിട്ട് പറയും ഞാൻ ചെയ്തെന്ന് പറയും, പരസ്യം കൊടുക്കുകയും ചെയ്യും. ഇവർ ചെയ്തത് പൂർണ്ണമായിട്ടും വക്കോളം നിറച്ചു. വക്കോളം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പൂർണ്ണതയിൽ അവരനുസരിച്ചു എന്നതിൻ്റെ അർത്ഥം. പ്രിയമുള്ളവരെ, നമ്മൾ ദൈവത്തിന് വേണ്ടി ഒരു കാര്യം ചെയ്യുമ്പോൾ, യേശുവിന് വേണ്ടി ഒരു കാര്യം ചെയ്യുമ്പോൾ, അതിൻ്റെ പൂർണ്ണതയിൽ ചെയ്യണം.
എങ്ങനെയെങ്കിലും ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ട് കാര്യമില്ല. നീ ദൈവത്തിന് വേണ്ടി ചെയ്യുമ്പോൾ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം, പൂർണ്ണതയിൽ ചെയ്യണം, കംപ്ലീറ്റ് ആയിട്ട് ചെയ്യണം, നന്നായിട്ട് ചെയ്യണം. അവർ വക്കോളം നിറച്ചു എന്നുള്ളത് ആ യേശുവിനുള്ള അനുസരണത്തെ കാണിക്കുന്നു. പൂർണ്ണതയിൽ അനുസരിച്ചു, പൂർണ്ണമായി സ്നേഹിച്ചു എന്നുള്ളതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം, പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, അങ്ങയെ സ്നേഹിക്കുവാൻ, അങ്ങയുടെ വചനത്തെ സ്നേഹിക്കുവാൻ, അങ്ങയുടെ വചനത്തെ അനുസരിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ, ഞങ്ങളെ പഠിപ്പിക്കണമേ, ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. നീ പറയുന്നത് എന്തോ അതേപോലെ അനുസരിക്കുവാൻ അനുസരണത്തിന്റെ അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ, ഞങ്ങൾക്ക് നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരം ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ശബാരാബ രാധാരീക രാജാ രാധാരീക. കർത്താവേ, നിന്നെ അനുസരിക്കുന്ന, നിന്റെ വചനത്തെ അനുസരിക്കുന്ന, നീ കൽപ്പിക്കുന്നത് എന്തും അനുസരിക്കുന്ന മക്കളായി നീ ഇവരെ മാറ്റണമേ, രൂപാന്തരപ്പെടുത്തണമേ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ റീഹ രാധാ റീഹ രാജാ രാധാ റീഹ. ശരി, അതി 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 അതി. ഒഴുകട്ടെ, ഒഴുകട്ടെ, ഒഴുകട്ടെ. വചനത്തെ സ്നേഹിക്കുവാൻ, ദൈവ ഇഷ്ടത്തെ അനുസരിക്കുവാൻ, ദൈവകൽപ്പനകളെ അനുസരിക്കുവാൻ കൃപ ആയിരങ്ങളിലേക്ക്, 10,000ങ്ങളിലേക്ക് ഇപ്പോൾ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ നാഥൻ ഒലിവുമലയിൽ അന്ന് നൽകിയ മിഷൻ ദൂത് തലമുറ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ ഘോഷിക്കും, കെടാതെ ഞങ്ങൾ ഘോഷിക്കും. നമ്മുടെ നാഥൻ ഒലിവുമലയിൽ അന്ന് നൽകിയ മിഷൻ ദൂത് തലമുറ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ ഘോഷിക്കും, കെടാതെ ഞങ്ങൾ ഘോഷിക്കും. ഓരുമോ നാമെല്ലാം യേശുവിൽ അഭിമാനിച്ചിടാം,